എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ വിഷുനാളിൽ ഉണ്ടാക്കിയെടുക്കുന്ന വിഷുക്കഞ്ഞിയാണ്. ഈ വർഷത്തെ വിഷുവിന് വിഷുക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാനായിട്ട് അറിയാത്ത കൂട്ടുകാർക്കായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കാണും തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വിഷുക്കഞ്ഞി വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് വിഷുക്കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവുള്ള കപ്പില് 1 കപ്പ് വൻപയർ ഒന്ന് പാനിലിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ 300 ഗ്രാം അളവില് പച്ചരി കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പച്ചരിക്ക് പകരമായിട്ട് പുന്നല്ലരിയും എടുക്കാവുന്നതാണ്, പായസം വെക്കുന്ന അരിയും എടുക്കാവുന്നതാണ്. നമുക്ക് ഈ പച്ചരി നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് കുതിർത്താനായിട്ട് മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ പച്ചരി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നാളികേരപ്പാലും ശർക്കര പാനിയൊക്കെ ഒന്ന് ഉരുക്കി വെക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 600 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ വേണമെങ്കിൽ ഒരു 100 ഗ്രാം അളവിൽ കൂടെ കൂട്ടാവുന്നതാണ്. ഇനിയിപ്പോൾ മധുരം നോക്കിയിട്ട് മധുരം കുറച്ചുകൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാവുന്നതുമാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നല്ലതുപോലെ ഉരുകി ഒന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വിഷുക്കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മുടെ വിഷുക്കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വലിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 1-ാം പാലും 2-ാം പാലും ഒക്കെ പിഴിഞ്ഞെടുക്കണം. 2-ാം പാല് നമുക്ക് കൂടുതൽ അളവിലാണ് വേണ്ടത്. 1-ാം പാല് നല്ല കട്ടിയായിട്ട് കുറച്ച് മാറ്റിയതിനു ശേഷം നല്ലതുപോലെ വെള്ളം ചേർത്ത് വേണം പിഴിഞ്ഞെടുക്കാനായിട്ടും. നാളികേര പാലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷുക്കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഊട്ടുരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ അളവിൽ 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി 2-ാം പാലൊന്ന് ചൂടായി വരട്ടെ. നാളികേരപ്പാല് എടുക്കുമ്പോൾ നല്ല ഇളയ നാളികേരം നോക്കി എടുക്കുവാണെങ്കിൽ നല്ല കൊഴുപ്പേറിയ പാല് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നാളികേരപ്പാലൊക്കെ കട്ടി കൂട്ടി പിഴിഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇളയ നാളികേരം കിട്ടുവാണെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് നമ്മുടെ വൻപയർ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് നേരം ഒന്നും വിസിൽ വെച്ച് അടുപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ പയർ കുഴഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. ഇത് വിഷുക്കഞ്ഞി തയ്യാറാക്കി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പച്ചരിയുടെ ഒപ്പം ചേർത്ത് വേവിക്കാവുന്നതാണ്. ഞാനിപ്പോ ഗ്യാസിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടും വളരെ എളുപ്പത്തിൽ വിഷുക്കഞ്ഞി ഉണ്ടാക്കി എടുക്കേണ്ടത് കൊണ്ടുമാണ് കുക്കറിലേക്ക് മാറ്റുന്നത്. ഇപ്പോ പാല് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാലിലേക്ക് പച്ചരി കുതിർത്തിയത് വാരി ചേർക്കാം. പച്ചരി കുതിർത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും പാചകം എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അരി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നല്ല മയത്തിൽ വെന്ത് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ പച്ചരി ഒന്ന് വെന്ത് വരണം. ഇനി പയർ വേവിച്ചെടുക്കാം. ഇതിനായിട്ട് പയർ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് നാളികേരപ്പാലും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പച്ചരി നല്ലോണം തിളച്ചു തുടങ്ങിയാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിലേക്ക് മാറ്റി ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോഴേക്കും പച്ചരി നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. ഇനി ഞാനിവിടെ ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റി ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. പച്ചരി നല്ല പോലെ വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ അരിയുടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരി നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പയർ ചേർക്കാം. ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്തെടുത്തിട്ടില്ല. ഒന്ന് തൊട്ടാൽ ഒന്ന് പൊട്ടിപ്പോകുന്ന ഭാഗത്തിലാണ് പയറും വേവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പയർ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. പയറും ചേർത്ത് കഴിഞ്ഞാൽ പയറും ഒരു പച്ചരിയും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പയർ ഒരുപാട് വേവിച്ച് കുഴഞ്ഞ പരുവത്തിലേക്ക് ആക്കിയെടുക്കരുത്. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മധുരത്തിന്റെ പാകം നോക്കിയിട്ട് വേണം മുഴുവനും ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചില ശർക്കരയ്ക്ക് മധുരം കുറവായിരിക്കും, ചില ശർക്കരയ്ക്ക് നല്ല മധുരം ഉണ്ടാകും. അപ്പൊ അത് നോക്കിയിട്ട് വേണം
മധുരം ചേർക്കാനായിട്ട് ഈ ഒരു ശർക്കര പാനിയിൽ കിടന്ന് ഒന്നും കൂടെ മധുരമെല്ലാം പയറിലേക്ക് അരിയിലേക്കൊക്കെ പിടിച്ചു കിട്ടണം. അതുവരെയും നമുക്ക് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്തും ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. ചെറിയ തീയിലിട്ട് വേണം നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് മുഴുവൻ ശർക്കര പാനിയും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഒന്നും കൂടെ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വിഷുക്കഞ്ഞി നല്ലതുപോലെ തിളച്ച് ശർക്കരയെല്ലാം നമ്മുടെ അരിയിലേക്കും പയറിലേക്കൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പയറും പാലും ശർക്കര പാനിയെല്ലാം നല്ലതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1-ാം പാല് ചേർക്കണം. അതിനു മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1-ാം പാല് ചേർക്കാം. ഇനി നമുക്ക് 250 മില്ലി അളവില് 1-ാം പാല് നല്ല കട്ടിയായിട്ടുള്ള പാലാണ് കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ചുക്ക് ഏലക്ക പൊടി ചേർക്കാം. ഇതിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടുള്ള പൊടിയാണ്. പഞ്ചസാര ചേർക്കാതെയാണ് നിങ്ങൾ പൊടി ചേർക്കുന്നതെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ശർക്കര ആനിയുടെ ആ ഒരു കുത്ത് ടേസ്റ്റ് മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. ഇനി നമുക്ക് കുറച്ച് താളിപ്പ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാനിപ്പോൾ ചൂടായി വന്നിട്ടുമുണ്ട്. നമുക്കിതിലേക്ക് അരമുറി നാളികേരം ഒന്ന് കൊത്തിയെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു നാളികേരം വിഷുക്കഞ്ഞിയിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കഴിക്കാനായിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കാഷ്യൂസും റൈസിൻസും ചേർത്താലും മതിയാകും. പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് നാളികേര കുത്ത് ചേർക്കാം. ഈ നാളികേര കുത്തൊന്ന് വറുത്തെടുക്കാം. നാളികേരത്തിന്റെ കൂടെ തന്നെ ഒരു പിടിയോളം കാഷ്യൂസ് കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റൈസിൻസ് കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ താളിപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിഷുക്കഞ്ഞിയിലേക്ക് ചേർക്കാം. അങ്ങനെ വളരെ രുചിയേറിയിട്ടുള്ള വിഷുക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളോട്ട് കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.